ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഗ്യാൻ ഇന്ത്യ ലേണിംഗ് അക്കാഡമി ഒരുക്കുന്ന ക്രാഷ് കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാൻഡേർഡ് 10ൻ്റെ ഇംഗ്ലീഷിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ യൂണിറ്റ് 1 ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ആ യൂണിറ്റിലെ ചാപ്റ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണുള്ളത് നമുക്കിന്ന് നോക്കാം. അപ്പോൾ ആ യൂണിറ്റിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ട്? 3 ചാപ്റ്റേഴ്സാണ് മെയിൻലി ഉള്ളത്. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ, അതൊരു ഷോർട്ട് സ്റ്റോറിയാണ്. ദി സ്നേക്ക് ആൻഡ് ദ മിറർ, എഗെയിൻ എ ഷോർട്ട് സ്റ്റോറി. പിന്നെ ലൈൻസ് റിട്ടേൺ ഇൻ ഏർലി സ്പ്രിംഗ്, ഒരു പോയം. ഓക്കെ, നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് ആദ്യം നോക്കാം. അതിൽ എന്തൊക്കെയാണ് പറയുന്നത്? ഓഥർ ആരായിരുന്നു എന്നൊക്കെ ഉള്ളത് ഓർമ്മയുണ്ടല്ലോ, റസ്കിൻ ബോണ്ട് ആയിരുന്നു. പിന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റസ്കിൻ ബോണ്ടിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഓഥറിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങളുടെ ഫസ്റ്റ് പേജിൽ തന്നെ ഉണ്ടാവുമല്ലോ ചാപ്റ്ററിൻ്റെ, അതൊന്ന് വായിച്ച് വെച്ചേക്കുക കേട്ടോ. അത് സ്കിപ്പ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് അതിൽ കൊണ്ട് ഗോ ത്രൂ ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ബോയ് ഇൻ ദ സ്റ്റോറി അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ വാസ് എക്സൈറ്റഡ് ആൻഡ് ത്രിൽഡ് ടു വിറ്റ്നസ് ദ ഫൈറ്റ് ബിറ്റ്വീൻ ദ കോബ്ര ആൻഡ് ദി മംഗൂസ്. After reaching the house, he narrates the fight scene to his grandfather. Prepare the likely narrative. ഈ ചാപ്റ്ററിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടത്, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ചാപ്റ്ററാണ്. അപ്പോൾ ഇത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ആയതുകൊണ്ട് തന്നെ ചാപ്റ്റർ ഇനിയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമുക്ക് അതിനുള്ള സമയം ഒന്നും ഇനിയില്ല, നമ്മുടെ എക്സാം ഇങ്ങനെ എത്തിപ്പോയി. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് മാത്രം പറഞ്ഞു പോവുകയാണ്. ചാപ്റ്റർ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു ഹോപ്പിൽ ഞാൻ പറഞ്ഞു പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് ഹിൻസ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഹിൻസ് എന്ന് നോക്കിക്കേ. ബോയ് സിറ്റ്സ് ഓൺ എ പ്ലാറ്റ്ഫോം, എ ഹ്യൂജ് ബ്ലാക്ക് cobra glides out of a clump of cactus, a mongoose also emerges, come face to face, starts fighting, myna and jungle crow arrive, cobra strikes the crow, cobra weakens, mongoose wins the fight. അപ്പോൾ ഇത്രയും ഹിൻസ് തന്നിട്ടുണ്ട്. ഇതെല്ലാം പെറുക്കിക്കൂട്ടി നിങ്ങളൊരു എന്താണ് ഫൈറ്റ് സീൻ നറേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. എങ്ങനെ നറേറ്റ് ചെയ്യും നമുക്ക് നോക്കാം. അപ്പോൾ ദ ഫൈറ്റ് സീൻ നറേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുമ്പോൾ ഒരു ഹെഡിങ് ചെറുതായിട്ടൊന്നും കൊടുക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, ഐ വാസ് സിറ്റിംഗ് ഓൺ ദ പ്ലാറ്റ്ഫോം ഹാഫ് വേ അപ്പ് ദ ട്രീ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കേ. നിങ്ങളുടെ എന്തായിരുന്നു ചോദിച്ചിരുന്നത്? ക്വസ്റ്റ്യൻ എന്തായിരുന്നു ചോദിച്ചിരുന്നത്? ഗ്രാൻഡ് ഫാദറിനോട് നടന്ന ഫൈറ്റ് സീന് കുട്ടി പറയുവാണ് അല്ലേ, നരേറ്റ് ചെയ്യുവാണ്. ആ നരേഷനാണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ കുട്ടി നിന്ന് ഗ്രാൻഡ് ഫാദറിനോട് പറയുന്നതാണ്. അപ്പോൾ കുട്ടിയുടെ ഓൺ വിഷ്വൽ എക്സ്പീരിയൻസ് അത് കുട്ടി ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ആ ബോയ് ആയിട്ട് നിങ്ങൾ മാറണം. എന്നിട്ട് ബോയ് എന്തായിരിക്കും ഗ്രാൻഡ് ഫാദറിനോട് പറയുന്നത് എന്നുള്ളത് നിങ്ങൾ എഴുതണം. ഓക്കെ, അല്ലാതെ ഹിൻഡിൽ ബോയ് ഇരിക്കുമായിരുന്നു, സിറ്റിംഗ് ഓൺ ദ പ്ലാറ്റ്ഫോം എന്നൊക്കെ പറഞ്ഞിട്ട് ബോയ് അവിടെ ഇരിക്കുമായിരുന്നു, ബോയ് അവിടെ ഇരുന്ന് നോക്കിയപ്പോഴത്തേക്കും കോബ്ര വന്നു, മംഗൂസ് വന്നു, എല്ലാവരും വന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതരുത്. ഐ എന്ന് പറഞ്ഞ വെൻ ഐ വാസ് സിറ്റിംഗ് എന്ന് അങ്ങനെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, നിങ്ങൾ ആ ബോയ് ആയിട്ട് മാറണം, തിരിഞ്ഞു പോകരുത്. ഹിൻഡിൽ അങ്ങനെ കൊടുത്തേക്കുന്നു എന്തും കരുതിയിട്ട് നിങ്ങൾ അങ്ങനെ അതുപോലെ ഡയറക്റ്റ് പോയി ട്രാൻസ്ലേറ്റ് ചെയ്യരുത്. ഓക്കെ, നോക്കിക്കേ. ഐ വാസ് സിറ്റിംഗ് ഓൺ ദ പ്ലാറ്റ്ഫോം ഹാഫ് വേ അപ്പ് ദ ട്രീ. ഞാൻ പ്ലാറ്റ്ഫോമിൽ അല്ലെ ഹാഫ് വേ അപ്പ് ദ ട്രീയുടെ ഒരു പകുതി പൊക്കത്തിന് പ്ലാറ്റ്ഫോമിൽ ഇരിക്കുമായിരുന്നു. വെൻ ഐ ലുക്ക് ഡൗൺ ഐ സോ എ ഹ്യൂജ് ബ്ലാക്ക് കോബ്ര ഗ്ലൈഡിങ് ഔട്ട്. ഞാനവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്നിരുന്നപ്പോൾ താഴേക്ക് നോക്കിയ സമയത്ത് ഞാൻ എന്ത് കണ്ടു എന്നാണ്. ഐ സോ എ ഹ്യൂജ് ബ്ലാക്ക് കോബ്ര ഗ്ലൈഡിങ് ഔട്ട്. അറ്റ് ദ സെയിം ടൈം എ ഗ്രേ മംഗൂസ് ഓൾസോ കെയിം ഔട്ട് ഫ്രം ദ ബുഷസ്. അല്ലേ, അറ്റ് ദ സെയിം ടൈം കോബ്ര ഗ്ലൈഡ് ചെയ്ത് വന്ന ആ ടൈമിൽ തന്നെ ഒരു ഗ്രേ മംഗൂസും അവിടെ എത്തിപ്പെടുകയുണ്ടായി, ബുഷസിൽ നിന്നും വന്നു. ഇൻ ദ ബ്രൈറ്റ് സൺ ബിനീത്ത് ദ ട്രീ ദേ സ്റ്റുഡ് ഫേസ് ടു ഫേസ്. അല്ലേ, ആ ബ്രൈറ്റ് സൺഷൈനിലല്ലേ, അത്രയും സൂര്യൻ കത്തി ജ്വലിച്ച് നിൽക്കുന്ന ആ ടൈമിൽ ദേ സ്റ്റുഡ് ഫേസ് ടു ഫേസ്. ദ കോബ്ര ഹിസ്ഡ് ആൻഡ് വെൻറ്റ് ഫോർ ദ മംഗൂസ്. കോബ്ര ഈ മംഗൂസിനെ കണ്ടത് ഒരു ഹിസ്സിങ്ങോട് കൂടി തന്നെ എന്താണ് വെൻറ്റ് ഫോർ ദി മംഗൂസ്. ഇറ്റ് സ്പ്രെഡ് ഇറ്റ്സ് ഹൂഡ് ആൻഡ് ഡാർട്ടഡ് ഇറ്റ്സ് ഫോക്ഡ് ടങ് ഇൻ ആൻഡ് ഔട്ട്. അല്ലേ, സ്പ്രെഡ് ഇറ്റ് ഹൂഡ് എന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ പത്തി. അപ്പോൾ പാമ്പിൻ്റെ പത്തി ഇങ്ങനെ വിടർത്തിയിട്ട് എന്താണ് ഇറ്റ്സ് ഫോക്ഡ് ടങ്. ഫോർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഈ നൂഡിൽസൊക്കെ ഇങ്ങനെ കോരി കഴിക്കുന്ന ഫോർക്ക് നിങ്ങൾക്ക് അറിയത്തില്ലേ? അപ്പോൾ അതുപോലത്തെ ഫോർക്ക്ഡ് ടങ് ഇൻ ആൻഡ് ഔട്ട് അല്ലേ.
പാമ്പ് ഇങ്ങനെ പുറത്തും അകത്തുമായിട്ട് എൻ്റെ ടങ്ക് ഇങ്ങനെ വെച്ചുകൊണ്ട് എൻ്റെ പത്തി അങ്ങ് വിടർത്തി എന്നാണ് പറയുന്നത്. The mongoose with its long thick hair and bushy tail faced the snake. അല്ലേ, മംഗൂസും വിട്ട് കൊടുത്തോ? ഇല്ല. With its long thick hair and bushy tail faced the snake. The cobra swayed slowly from side to side and tried to mesmerize the mongoose into marking a false move. അല്ലേ, മെസ്മറൈസ് ചെയ്തോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫോൾസ് ആയിട്ടുള്ള സൈൻ കൊടുക്കുക അല്ലേ. ഇപ്പം ഇങ്ങനെ ആടി നിന്നിട്ട് ആ ആടി നിൽക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല അത് ഏത് സൈഡിൽ കൂടെ നമ്മൾ അറ്റാക്ക് ചെയ്ത് വരും. ചിലപ്പോൾ ലെഫ്റ്റിൽ കൂടുന്ന അല്ലെങ്കിൽ റൈറ്റിൽ കൂടുന്ന പെട്ടെന്ന് ഒരു സഡൻ സ്വിഫ്റ്റോട് കൂടി ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിങ്ങനെ ആടി നിന്ന് ഒരു ഫോൾസ് ഹിൻസ് ഇങ്ങനെ മംഗൂസിന് കൊടുത്തുകൊണ്ടേയിരുന്നു, മംഗൂസിനെ ജസ്റ്റ് കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. The clever mongoose fixed his gaze at a point below the cobra's hood and opened an attack. Then a crow and a myna interfered in the fight. അല്ലേ, ഇവർ ഇത്രയും പോരാഞ്ഞിട്ട്, ഇവർ രണ്ടുപേരും തന്നെ ബെസ്റ്റ് ഫൈറ്റേഴ്സാണ്. അത് പോരാഞ്ഞിട്ട് ആരും കൂടെ അവിടെ അക്കമ്പനി ചെയ്തു എന്നാണ് പറയുന്നത്. ഒരു മൈനയും ക്രോയും കൂടെ അവിടെ വന്നിരുന്നു. The cobra struck the crow and it was killed. അല്ലേ, ക്രോയും മൈനയും എന്തിനാണ് ആക്ച്വലി അവിടെ വന്നിരുന്നത്? ഇവരിൽ ആരാണോ അടി വെച്ചിട്ട് ചത്തുപോകുന്നത് അല്ലേ, ആരാണോ ഫെയിൽ ആവുന്നത് അവരെ ഭക്ഷണമായി കിട്ടും എന്നൊരു എക്സ്പെക്റ്റേഷനിലാണ് ക്രോയും മൈനയും അവിടെ വന്നിരുന്നത്. പക്ഷേ അതിനിടയ്ക്കല്ലേ കുറച്ച് ഇത് കൂടി പോയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ക്രോ വന്നിട്ട് ഇവരുടെ ഈ ഫൈറ്റിൻ്റെ ഇടയിലേക്ക് ഇടിച്ചു കയറുന്നുണ്ടായിരുന്നു. പക്ഷേ അബദ്ധവശാൽ അതിനിടയ്ക്ക് ക്രോയ്ക്ക് എന്ത് പറ്റിപ്പോയി? കോബ്രയുടെ കയ്യിൽ നിന്ന് ഒരു സ്ട്രക്കല്ല, ഒരു കൊത്ത് കിട്ടി. അതോടുകൂടി ക്രോ അങ്ങ് മരിച്ചുപോയി. കോബ്ര കൊത്തിയാൽ പിന്നെ അധികം നേരം നമുക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഫെയിൻ്റ് ആവും. കോബ്രാസ് എഫേർട്സ് ടു സ്ട്രൈക്ക് ദ മംഗൂസ് വെയർ ഇൻ വെയിൻ. അല്ലേ, കോബ്ര ഒരുപാട് ശ്രമിച്ചു ആ സ്ക്വിറലിനെ മംഗൂസിനെ ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ദാറ്റ് വെയർ ഇൻ വെയിൻ എന്ന് പറഞ്ഞാൽ അത് പാഴായി പോകുമായിരുന്നു. അറ്റ് ലാസ്റ്റ് ദ മംഗൂസ് ഡാർട്ടഡ് വെരി സ്വിഫ്റ്റ്ലി ആൻഡ് ബൈറ്റ് ദ സ്നേക്ക് ഓൺ ദ ബാക്ക്. അവസാനം സ്നേക്കിൻ്റെ ബാക്കിൽ മംഗൂസിന് ഒരു കടി കിട്ടി അല്ലേ. ദെൻ കോബ്ര വാസ് വീക്കനിങ്. അതിനുശേഷം കോബ്ര വീക്കനായി. ദ മംഗൂസ് വാക്ക്ഡ് ഫിയർലെസ്ലി അപ് ടു ഇറ്റ്, റേസ്ഡ് ഇറ്റ്സെൽഫ് ഓൺ ഇറ്റ്സ് ലെഗ്സ് ആൻഡ് ഗേവ് ദ സ്നേക്ക് എ ലൈറ്റ്നിങ് സ്നാപ്പ്. Snake's effort to coil round the mongoose was of no use. അല്ലേ, the mongoose hung grimly on until the snake ceased to struggle. The mongoose at last dragged the dead cobra into the bushes. ആര് ജയിച്ചു എന്നുള്ളതാണ്. അവസാനം മംഗൂസ് തന്നെയാണ് ജയിച്ചത്. അപ്പം നിങ്ങൾ അതായത് ബോയ് കണ്ട ആ ഫൈറ്റ് സീൻ അത് നിങ്ങളാകുക. എന്നിട്ട് ഗ്രാൻഡ് ഫാദറിനോട് ഇത് നറേറ്റ് ചെയ്യുന്നത് പോലെ നിങ്ങൾ എഴുതുക. നരേഷൻ എഴുതാൻ ചോദിക്കുമ്പോൾ ഫൈറ്റ് സീൻ്റെ നരേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയറൊക്കെ ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് സ്കിപ്പ് ചെയ്യരുത്, ഈ ഒരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യരുത്. വേണമെങ്കിൽ ഇതുപോലെ തന്നെ പഠിച്ചു പോയി എഴുതിക്കുക. അത്യാവശ്യം ഒരു ഹൈ മാർക്സിന് ചോദിച്ചാൽ എഴുതാൻ പറ്റുന്ന അത്ര കണ്ടൻറ്റ് ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇത് തന്നെ ഫോളോ ചെയ്ത് പഠിച്ച് എഴുതുക. ഓക്കെ, അടുത്ത നോക്കിക്ക് കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ സ്യൂട്ടബ്ലി. കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ബോയും ഗ്രാൻഡ് മദറും തമ്മിലുള്ള കോൺവെർസേഷനാണ്. ബോയും ഗ്രാൻഡ് ഫാദറും തമ്മിലുള്ള കോൺവെർസേഷൻ തരാം, ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും തമ്മിലുള്ള കോൺവെർസേഷൻ തരാം, ബോയും ബോയുടെ ഫ്രണ്ടുമായിട്ടുള്ള കോൺവെർസേഷൻ തരാം. എവിടെ നിന്ന് വേണമെങ്കിലും കോൺവെർസേഷൻ ചോദിക്കാം. അപ്പം നിങ്ങളത് കറക്റ്റായിട്ട് വായിച്ച് നോക്കിയിട്ട് ഇപ്പോൾ ഒരിടത്ത് നിങ്ങൾക്ക് എന്താ എഴുതേണ്ടതെന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ആളുടെ കോൺവെർസേഷൻ വായിച്ച് നോക്കിയിട്ട് അവിടെ എന്താണോ സ്പെസിഫൈ ചെയ്തേക്കുന്നത് അത് എന്ത് ചോദിച്ചപ്പോഴായിരിക്കും ഇത് പറഞ്ഞത് എന്ന് നിങ്ങൾ തിങ്ക് ചെയ്യണം. എന്നിട്ട് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ക്വസ്റ്റ്യൻ അതിവിടെ മേക്ക് ചെയ്ത് ആ ബ്ലാങ്ക് ഫില്ല് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അല്ലാതെ ഇവിടെ എന്താ വരിക എന്നുള്ളത് അറിയില്ലാതെ അവരെ സ്റ്റക്കായി പോകരുത് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? ബോയ്, യു ഡിഡ്ന്റ് സീ ദ ഫൈറ്റ് ഇൻ ദ ഗാർഡൻ ഡാഷ് എന്നാണ് ചോദിച്ചേക്കുന്നത്. യു ഡിഡ്ന്റ് സീ ദ ഫൈറ്റ് ഇൻ ദ ഗാർഡൻ. അപ്പോൾ എന്തായാലും അവിടെ എന്താ വരത്തുള്ളൂ? ക്വസ്റ്റ്യൻ ടാഗേ വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ നോക്കിക്കേ, യു ഡിഡ്ന്റ് സീ ദ ഫൈറ്റ് ഇൻ ദ ഗാർഡൻ. ഗ്രാൻഡ് മദറിനോട് ചോദിക്കുകയാണ്, ഗാർഡനിലെ ഫൈറ്റ് കണ്ടില്ലല്ലോ, അമ്മാമ്മ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പം
ഈ സെൻറ്റൻസ് നോക്കിക്കേ, സെൻറ്റൻസിൽ നോട്ട് വന്നിട്ടുണ്ട് അല്ലേ. യു ഡിഡ് നോട്ട് സീ ദ ഫൈറ്റ് ഇൻ ദ ഗാർഡൻ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ സെൻറ്റൻസിൽ ഒരു നെഗറ്റീവ് വേർഡ് വന്നാൽ ടാഗ് പോസിറ്റീവാകും. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, ക്വസ്റ്റ്യൻ ടാഗ് പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ സെൻറ്റൻസിൽ നോട്ടൊന്നും വന്നില്ല, ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ് എന്നുണ്ടെങ്കിൽ ടാഗിൽ നെഗറ്റീവ് വരും. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക? യു ഡിഡ്ന്റ് സീ ദ ഫൈറ്റ് ഇൻ ദ ഗാർഡൻ ഡിഡ് യു എന്നേ വരത്തുള്ളൂ. യു ഡിഡ്ന്റ് സീ ദ ഫൈറ്റ് ഇൻ ദ ഗാർഡൻ ഡിഡ് യു. കണ്ടോ, ഡിഡ് യു എന്നേ വരത്തുള്ളൂ. അതെന്തുകൊണ്ടാണ് ഡിഡ് യു എന്ന് പറഞ്ഞാൽ ഡിഡിൻറ്റ് യു വരാത്തത് എന്തുകൊണ്ടാണ്? ഓൾറെഡി ഇവിടെ നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സെൻറ്റൻസിൽ നെഗറ്റീവ് വേർഡ് ഉള്ളത് കൊണ്ട് ടാഗ് പോസിറ്റീവ് മാത്രമേ ആവുള്ളൂ. അപ്പോൾ ഗ്രാൻഡ് മദർ പറയാണ് നോ ഡിയർ ഡാഷ്. നോ ഡിയർ ഡാഷ്. എന്തെഴുതും അവിടെ? ഒരു കൺഫ്യൂഷൻ വരുമായിരിക്കും അല്ലേ, ഇനി എന്തെഴുതും എന്നുള്ളത്. അപ്പം തൊട്ടടുത്ത ആളുടെ കോൺവെർസേഷൻ നോക്കിക്കേ. ബോയ് പറയുവാണ് ഐ സോ ദ ഫൈറ്റ് ബിറ്റ്വീൻ എ മംഗൂസ് ആൻഡ് എ കോബ്ര. ഞാൻ ഒരു ഫൈറ്റ് അല്ലേ, മംഗൂസും കോബ്രയും തമ്മിലുള്ളൊരു ഫൈറ്റ് കണ്ടു എന്നുള്ളതാണ് ബോയ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക? ചാൻസ് എന്തായിരിക്കും? ഗ്രാൻഡ് മദർ ചോദിക്കുകയാണ് ഹൂസ് ഫൈറ്റ് ഡിഡ് യു സീ ഇൻ ദ ഗാർഡൻ. ഹൂസ് ഫൈറ്റ് അല്ലേ. അപ്പം കുട്ടി ചോദിച്ചത് എന്താ? യു ഡിഡ്ന്റ് സീ ദ ഫൈറ്റ് ഇൻ ദ ഗാർഡൻ ഡിഡ് യു അല്ലേ. അമ്മമ്മ ഗാർഡനിലുണ്ടായ ഫൈറ്റ് കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുവാണ്. നോ ഡിയർ. അപ്പം അമ്മമ്മ ബാക്കി ചോദിക്കുക എന്താണ്, ആരുടെ ഫൈറ്റാണ് നീ കണ്ടത് എന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ ഹൂസ് ഫൈറ്റ് ഡിഡ് യു സീ ഇൻ ദ ഗാർഡൻ എന്നാണ് ആ ബ്ലാങ്കിൽ വരേണ്ട ആൻസർ. ഓക്കെ. ബോയ് പറയുവാണ് ഐ സോ ദ ഫൈറ്റ് ബിറ്റ്വീൻ എ മംഗൂസ് ആൻഡ് എ കോബ്ര. ഒരു മംഗൂസും കോബ്രയും തമ്മിലുള്ള ഫൈറ്റാണ് ഞാൻ കണ്ടത്. ഗ്രാൻഡ് മദർ ഡാഷ്. ഓക്കെ. ഗ്രാൻഡ് മദർ എന്തോ ചോദിച്ചേക്കുന്നു അല്ലെങ്കിൽ എന്തോ പറഞ്ഞേക്കുന്നു. ഫുൾ ആ ഒരു കോൺവെർസേഷൻ, ഗ്രാൻഡ് മദറിൻ്റെ കോൺവെർസേഷൻ കംപ്ലീറ്റ് ഡാഷ്. അപ്പോൾ നമ്മൾ എന്താ അടുത്ത ആളുടെ ഇത് നോക്കും. യാ ദ കോബ്ര വാസ് കിൽഡ് എന്നാണ് ബോയ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചോദിക്കുന്നുണ്ടാവുക? ഗ്രാൻഡ് മദർ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? വാസ് ദ കോബ്ര കിൽഡ്. വാസ് ദ കോബ്ര കിൽഡ് അല്ലേ. ആ കോബ്ര ചത്തുപോയായിരുന്നോ എന്നാണ് ചോദിക്കുന്നുണ്ടാവുക. അപ്പം ബോയ് പറയുന്ന ആൻസറാണ് യാ ദ കോബ്ര വാസ് കിൽഡ്. എന്നിട്ട് അടുത്ത് നോക്കിക്കേ. ഗ്രാൻഡ് മദർ വീണ്ടും പറഞ്ഞു ഇഫ് ദ മംഗൂസ് ഹാഡ് നോട്ട് കിൽഡ് ദ കോബ്ര ഡാഷ്. ഇഫ് ദ മംഗൂസ് ഹാഡ് നോട്ട് കിൽഡ് ദ കോബ്ര ബാക്കി എന്ത് വരുമായിരിക്കും? എന്താണ്? ഇറ്റ് വുഡ് ഹാവ് ടെറിഫൈഡ് അസ് അല്ലെങ്കിൽ വി വുഡ് ഹാവ് ബീൻ ടെറിഫൈഡ് എന്ന് വരും. എന്തായാലും നിങ്ങൾക്ക് എഴുതാം. ഓക്കെ. അതിനെ മംഗൂസ് കൊന്നില്ലായിരുന്നു എങ്കിൽ അല്ലേ, ഇഫ് ദ മംഗൂസ് ഹാഡ് നോട്ട് കിൽഡ് ദ കോബ്ര, കോബ്രയെ മംഗൂസ് കൊന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അത് നമ്മളെ പേടിപ്പിച്ചേനെ അല്ലേ. അത് ലൈക്ക് ഒരു കോബ്ര ആ ഗാർഡനിലുണ്ട് എന്നറിയുമ്പോഴത്തേക്കും ആർക്കെങ്കിലും സമാധാനത്തോടു കൂടി കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? ഇല്ല. അതാണ് പറഞ്ഞത് ഇറ്റ് വുഡ് ഹാവ് ടെറിഫൈഡ് അസ് എന്നുള്ളതാണ് അവിടെ വരിക. അപ്പോൾ ബോയ് പറയാണ് ദ മംഗൂസ് ഡിഡ് ഇറ്റ് ഫോർ അസ്. അപ്പം മംഗൂസ് നമുക്ക് വേണ്ടി അതിനെ കൊന്നിട്ടുണ്ട് എന്തായാലും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ കോൺവെർസേഷൻ സ്യൂട്ടബിളി ഫില്ല് ചെയ്യാനുള്ളത് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പോർഷനിൽ നിങ്ങൾക്ക് എന്താ വരിക, ആ ബ്ലാങ്കിൽ എന്താ വരിക എന്നറിയാൻ പാടില്ലാണ്ട് നിങ്ങൾ സ്റ്റക്കായി പോയാൽ തൊട്ടടുത്ത ആളുടെ കോൺവെർസേഷൻ ഒന്ന് നോക്കുക. എന്നിട്ട് സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ക്വസ്റ്റ്യൻ, അതല്ല സെൻറ്റൻസ് ആണെങ്കിൽ സെൻറ്റൻസ് അത് ഫില്ല് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണല്ലോ ഇത്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വീണ്ടും എന്താണ്? ദ ഫൈറ്റ് ബിറ്റ്വീൻ ദ കോബ്ര ആൻഡ് ദ മംഗൂസ് ഇൻ ദ സ്റ്റോറി അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ആണ് കേട്ടോ. Banyan tree is an exciting one. Narrate the fight scene in your own words. വീണ്ടും ഫൈറ്റ് സീൻ നമ്മുടെ ഓൺ വേർഡ്സിൽ നറേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹിൻസ് വീണ്ടും തന്നിട്ടുണ്ട്. കോബ്ര ഗ്ലൈഡ്സ് ഔട്ട് ഓഫ് ദ ക്ലംപ്. മംഗൂസ് എമേർജസ് ഫ്രം ദ ബുഷസ്. Mongoose is a clever fighter. Cobra is skillful. Mongoose bites the snake. Mongoose wins. Drags the cobra into the bushes. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നിങ്ങൾ ഇത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നരേറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങളോട് നരേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുവാണ്. ഓക്കെ, നേരത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ നരേറ്റ് ചെയ്യണം, പക്ഷേ ബോയ് ഗ്രാൻഡ് ഫാദറിനോട് പറയുന്ന രീതിക്ക് നരേറ്റ് ചെയ്യാനാണ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഡിഫറൻസ് മനസ്സിലാക്കണം. ബോയ് ഗ്രാൻഡ് ഫാദറിനോട് പറയുന്ന രീതിക്ക് നരേറ്റ് ചെയ്യാൻ പറയുമ്പോൾ ബോയ് നിങ്ങളാകണം, നിങ്ങൾ ബോയ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് നരേറ്റ് ചെയ്യുക. അപ്പം ഇവിടെ നിങ്ങളോട് ഡയറക്റ്റാണ് നരേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുവാണ് അല്ലേ. അതായത് ആ സ്റ്റോറി നിങ്ങൾ വായിച്ചു,
അപ്പം നിങ്ങൾ ആ സ്റ്റോറി റീഡറാണ് എന്ന നിലയ്ക്ക് നിങ്ങളുടെ സ്വന്തം ഇതിൽ നറേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കണം. അപ്പം നിങ്ങൾ ആ ബോയ് വാസ് സിറ്റിംഗ് ഓൺ ദ പ്ലാറ്റ്ഫോം ഹാഫ് ഡേ അപ്പ് ദ ട്രീ, ഇറ്റ് വാസ് എൻ ഏപ്രിൽ ആഫ്റ്റർനൂൺ എന്നുള്ളത് നിങ്ങൾ നറേറ്റ് ചെയ്യണം. ഡിഫറൻസ് മനസ്സിലായോ? കറക്റ്റായിട്ട് ആ ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മാത്രം ഈ നറേഷൻ ആൻസർ ചെയ്യുക. 2 രീതിക്കും ചോദിക്കാം. ഇതിൽ വേറൊന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ ആ പാസേജ് അതുപോലെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ച് പോവാം. The boy was sitting on the platform halfway up the tree. It was an April afternoon. When he looked out, he saw a huge black cobra gliding out. At the same time, a grey mongoose also came out from the bushes. In the bright sunshine beneath the tree, they stood face to face. The cobra hissed and went for the mongoose. It spread its hood and darted its forked tongue in and out. എല്ലാം നമ്മൾ കഴിഞ്ഞ നറേഷനിൽ പറഞ്ഞ അതേ സെയിം സെൻറ്റൻസ് ഒക്കെ തന്നെയാണ് കേട്ടോ. ദ കോബ്ര swayed slowly from side to side and tried to mesmerize the mongoose into marking a false move. The clever mongoose fixed its gaze at a point below the cobra hood and opened an attack. The cobra's efforts to strike the mongoose were in vain. The cobra was weakening. എന്താണ്? The snake's effort to coil round the mongoose was of no use. The mongoose at last dragged the dead cobra into the bushes. എല്ലാം സെയിം ആണ്. പക്ഷെ ആ ഒരു സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഒക്കെ, എൻഡിങ് ഇല്ല, സ്റ്റാർട്ടിങ് ആ ബോയ് എന്ന് പറഞ്ഞ് തുടങ്ങുന്നതും നേരത്തെ ഐ സോ എന്ന് പറഞ്ഞ ബോയ് ഗ്രാൻഡ് ഫാദറിനോട് പറയുന്നതും ആ ഡിഫറൻസ് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെന്താണ്? ദ യങ് ബോയ് ഇൻ ദ സ്റ്റോറി അഡ്വഞ്ചേഴ്സ് ഇൻ ദ ബാനിയൻ ട്രീ എൻജോയ്സ് സ്പെൻഡിങ് ടൈം ഓൺ ഹിസ് ഫേവറേറ്റ് ബാനിയൻ ട്രീ. റൈറ്റ് എ പാരഗ്രാഫ് ഓൺ ദ സൈറ്റ്സ് ആൻഡ് സൗണ്ട്സ് ഓഫ് നേച്ചർ ദാറ്റ് ക്യാച്ചസ് അറ്റൻഷൻ. അപ്പോൾ വീണ്ടും ഒരു പാരഗ്രാഫ് റൈറ്റിംഗ് ആണ് ചോദിച്ചേക്കുന്നത്. എന്താണ്? കുട്ടിക്ക് ആ ബാനിയൻ ട്രീയുടെ മണ്ടയിൽ കയറി ഇരുന്നിട്ട് അല്ലേ, അത് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് ഒരുപാട് പ്ലഷർ നൽകുന്നൊരു കാര്യമായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ആ ഹാഫ് വേ അപ്പ് ദ ട്രീ അവിടെ ഇരുന്നിട്ട് ആ പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് കുട്ടി കണ്ട ആ കാഴ്ചകളും കേട്ട സൗണ്ട്സും നേച്ചറും അതിൻ്റെ സൈറ്റ്സും എല്ലാം നിങ്ങളൊരു പാരഗ്രാഫായിട്ട് എഴുതാനാണ്. ദാറ്റ് ക്യാച്ചസ് അറ്റൻഷൻ, കുട്ടിയുടെ അറ്റൻഷൻ പിടിച്ചു പറ്റിയ സൈറ്റ്സും സൗണ്ട്സും നേച്ചറിലെ സൈറ്റ്സും സൗണ്ട്സും എല്ലാം എന്തൊക്കെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ചൊരു പാരഗ്രാഫ് എഴുതാനാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ നോക്കാം. The young boy spent a lot of time on the banyan tree every day. The spreading branches of the tree curved to the ground. They took root again and formed a maze of arches which gave him endless pleasure. അപ്പോൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് എഴുതണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? നിങ്ങൾക്ക് എന്ത് നോളജ് വേണം? നിങ്ങൾ ആ ചാപ്റ്റർ വായിച്ചിരിക്കണം. അറ്റ്ലീസ്റ്റ് നിങ്ങൾ പ്രത്യേകിച്ച് പോയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വായിച്ച് തറവായിട്ട് പോവുക. അതല്ല പോയം മാത്രമൊന്നുമല്ല, ഷോർട്ട് സ്റ്റോറീസും എല്ലാം നിങ്ങൾ അറ്റ്ലീസ്റ്റ് 3 times എങ്കിലും വായിച്ചിരിക്കണം. ആ ഓരോ ഈവൻറ്റിൻ്റെ സീക്വൻസ് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അത് നറേറ്റ് ചെയ്യാനൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് സീക്വൻസ് ബൈ സീക്വൻസ് ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. അല്ലാണ്ട് അവസാനം നടന്ന കാര്യം ആദ്യം എഴുതിയിട്ട് ആദ്യം നടന്ന കാര്യം അവസാനമൊക്കെ എഴുതിക്കൊണ്ട് വെച്ചാൽ ഫുൾ കുളമായി പോകും. അങ്ങനെ ചെയ്യരുത്. അതിന് പകരം നിങ്ങൾക്ക് നന്നായിട്ട് എഴുതണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് നിങ്ങൾ ആ ചാപ്റ്ററുമായിട്ട് അത്രയും ഫെമിലിയർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ. ദ യങ് ബോയ് സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ഓൺ ദ ബാനിയൻ ട്രീ എവറി ഡേ. ദ സ്പ്രെഡിംഗ് ബ്രാഞ്ചസ് ഓഫ് ദ ട്രീ കർവ്ഡ് ടു ദ ഗ്രൗണ്ട്. They took root again and formed a maze of arches which gave him endless pleasure. അല്ലേ, ആ ട്രീ ഇറ്റ്സെൽഫ്, ആ ട്രീയുടെ സ്പ്രെഡിങ് ബ്രാഞ്ചസ് ഇറ്റ്സെൽഫ് അത് എന്തുപോലെയാണ്? അല്ലെങ്കിൽ അതിൻ്റെ റൂട്ട് അല്ലേ, റൂട്ട് ഇങ്ങനെ വളർന്നിറങ്ങി നിൽക്കുന്നത് അതെന്ത് ഫോം ചെയ്തു എന്നാണ്? ഒരു ആർച്ച് പോലെയൊക്കെ ആയി. ആ ഒരു കാഴ്ച തന്നെ, ആ ഒരു മരം, ആ ഒരു മരത്തിൻ്റെ ആ കംപ്ലീറ്റ് ആംബിയൻസ് ഉൾപ്പെടെ മൊത്തത്തിൽ ഗേവ് ഹിം എൻലെസ് പ്ലഷർ എന്നാണ് അല്ലേ. ആ മരം അത്രയും പ്രിയപ്പെട്ടതായിരുന്നു നമ്മുടെ ബോയ്ക്ക്. ഹി മെയ്ഡ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് എ ഗ്രേറ്റ് സ്ക്വിറൽ അല്ല, ഗ്രേ സ്ക്വിറലാണ് കേട്ടോ. വിത്ത് എ ഗ്രേ സ്ക്വിറൽ ലിവിങ് ഓൺ ദ ട്രീ. In the spring, the banyan tree was full of small red figs. Birds of all kinds flocked into its branches, squabbling with one another. അപ്പോൾ ട്രീയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? ട്രീയിലൊരു ഗ്രേ സ്ക്വിറൽ ഉണ്ടായിരുന്നു. ആ സ്ക്വിറലുമായിട്ട് കുട്ടി വളരെയധികം നല്ല ഫ്രണ്ട്ഷിപ്പിലായിരുന്നു അല്ലേ, അവർ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ലിവിങ് ഓൺ ദ ട്രീ,
In the spring, the banyan tree was full of small red figs. Birds of all kinds flocked into the branches, squabbling with one another. അപ്പോൾ സ്പ്രിങ് സീസൺ ആകുമ്പോഴത്തേക്കും ഫുൾ എന്താണ് ആ ബാനിയൻ ട്രീ ഫുൾ ലൈവ് ആയിരിക്കും എന്നാണ് പറയുന്നത് അല്ലേ. എല്ലാ കൈൻഡ് ഓഫ് ബേർഡ്സും അതിൻ്റെ ഓരോ ബ്രാഞ്ചസിലും വന്നിരുന്നിട്ട് ഫുൾ ഇങ്ങനെ സ്ക്വാബിൾ ചെയ്ത് അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും കിളികൾ ശബ്ദം ഉണ്ടാക്കുമല്ലോ, അവർ കാര്യം പറയുന്നതാണെന്ന് നമ്മൾ പറയും. ലൈക്ക് അവർ സൗണ്ടൊക്കെ ഉണ്ടാക്കി ഫുൾ ആ ഒരു ട്രീ കംപ്ലീറ്റ് ലൈവായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. എപ്പോൾ ഏത് സമയത്താണ്? സ്പ്രിങ് സീസണിലാണ്. വിൻ്റർ സീസൺ എന്നൊന്നും എഴുതി വെച്ചേക്കരുത്. അതാണ് ഞാൻ പറഞ്ഞത്, ചാപ്റ്റർ നന്നായിട്ട് വായിച്ചിട്ട് വേണം നമുക്ക്, വായിച്ചാൽ മാത്രമേ ഒരു പാരഗ്രാഫ് റൈറ്റിംഗ് ആയാലും നറേഷൻ ആയാലും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെന്താ, വൺ ഡേ വൈൽ സിറ്റിംഗ് ഓൺ ദ ബാനിയൻ ട്രീ, ബെനിയൻ അല്ല വാനിയൻ ആണ്, സോറി, banyan tree, the boy witnessed a fight between the mongoose and the cobra. In the bright sunlight, they came face to face and fought each other. Besides the young boy, there were two more spectators to the fight, a myna and a jungle crow. The cobra attacked the mongoose with a hissing sound, but the little fellow jumped neatly to one side and attacked the cobra. കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ പറഞ്ഞേക്കുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ പറയേണ്ടത്, നമ്മൾ ഓൾറെഡി ചാപ്റ്ററൊക്കെ നന്നായിട്ട് പഠിച്ചതാണ്. അപ്പോൾ എന്താണ്, ആ ഫൈറ്റ് സീൻ അല്ലേ, ഫൈറ്റ് സീൻ ഉൾപ്പെടെ നറേറ്റ് ചെയ്തിട്ടുണ്ട്. പാരഗ്രാഫ് റൈറ്റിംഗ് ആണ് ചോദിച്ചേക്കുന്നത്, അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. Seeing this, the crow and the myna hurled themselves at the cobra, collided with each other and returned shrieking at each other. At the end, the mongoose won the fight. One day, the boy was thrilled to see 3 white baby squirrels in a hole in the banyan tree. Bananas alla banyan ആണ്. The enchanting sights and sounds of nature around him excited his spirits. എത്ര മാർക്കിനാണോ ഈ ഒരു പാരഗ്രാഫ് റൈറ്റിംഗ് ചോദിക്കുന്നത്, ആ മാർക്ക് അനുസരിച്ച് ഒന്നുകിൽ ഇലാബറേറ്റ് ചെയ്ത് എഴുതേണ്ടി വരുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലാന്നല്ല ജസ്റ്റ് ഒന്ന് ചുരുക്കി എഴുതണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കൺസൈസ് ചെയ്തിട്ട് എഴുതാം കേട്ടോ. എല്ലാ ഈവൻസും ആ ഫൈറ്റ് ഇത്രയും ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ മാർക്ക് എത്രയാണെന്നുള്ളത് നോക്കിയിട്ട് ഡിസൈഡ് ചെയ്യുക കേട്ടോ. ഇത്രയും എലാബറേറ്റ് ചെയ്ത് എഴുതണോ വേണ്ടേ എന്നുള്ളത് നോക്കിയിട്ട് ഡിസൈഡ് ചെയ്ത് എഴുതുക. ഓക്കെ ആണല്ലോ പാരഗ്രാഫ് റൈറ്റിംഗ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The boy in the story Adventures in a Banyan Tree was amused at the sight of the 3 white squirrels. He recorded his feelings in his diary. Write the likely diary entry. ഡയറി എൻട്രി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതും പ്രത്യേകിച്ച് നമ്മുടെ ആ ബോയുടെ എന്താ, ഒന്നുകിൽ ഇതിലിപ്പോൾ ചോദിച്ചേക്കുന്ന വൈറ്റ് സ്ക്യൂറൽസിനെ കണ്ടതിൽ ഹി വാസ് ഗ്രേറ്റ്ലി അഡ്മയർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഡയറി എൻട്രി എഴുതാൻ ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇതല്ലാതെ ഫൈറ്റ് സീൻ കണ്ടിട്ട് അതിൻ്റെ ഡയറി എൻട്രി ചോദിക്കും. അപ്പോൾ അതിൻ്റെ ഡയറി എൻട്രി ചോദിക്കുമ്പോഴത്തേക്കും ആ നേരത്തെ നമ്മൾ എഴുതിയിടുന്നല്ലോ നരേഷൻ, ഫൈറ്റ് സീനിൻ്റെ നരേഷൻ, ഓൾമോസ്റ്റ് അതുപോലെ ആ ഈവൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഡയറി എൻട്രി എഴുതിയാൽ മതിയാവും. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ക്വസ്റ്റ്യൻ തന്നെ പഠിച്ചു വെക്കുമ്പോൾ അത് മറ്റെവിടെയൊക്കെ ആപ്ലിക്കബിൾ ആകും എന്നുള്ളതും കൂടെ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചിട്ട് അങ്ങനെ കമ്പയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്വസ്റ്റ്യൻസ് മാറിയും മറിഞ്ഞും ഒക്കെ വരാം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അപ്പോൾ ഇവിടെ എന്താ ഡയറി എൻട്രി ചോദിച്ചിട്ടുണ്ട്. അതും വൈറ്റ് സ്ക്വിറൽസിനെ കണ്ടതിൻ്റെ സന്തോഷം ആ കുട്ടിക്ക് ഉണ്ടായത് അതിനെക്കുറിച്ചിട്ടുള്ള ഡയറി എൻട്രിയെ ചോദിച്ചേക്കുന്നത്. ഡയറി എൻട്രി നോക്കിക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡയറി എൻട്രിയൊക്കെ എഴുതുമ്പോഴത്തേക്കും ഒരു ബോക്സ് വരച്ചിട്ട് മാക്സിമം എഴുതാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഡയറി എൻട്രി എഴുതുമ്പോൾ പ്രോട്ടോകോൾസ് എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്ത് ഫോർമാറ്റിലായിരിക്കണം ബോക്സ് വരച്ചാൽ അത്രയും ഇമ്പ്രസീവ് ആയിരിക്കും. ഡേറ്റ് എഴുതണം, വെനസ്ഡേ ഡേ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡേറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡേറ്റ് എഴുതിയിട്ടുണ്ടാവണം. പിന്നെ സ്റ്റാർട്ടിങ് സെൻറ്റൻസ് ഒരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് കൊടുക്കാൻ തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നോക്കിക്കുക, വാട്ട് എ വണ്ടർഫുൾ ആൻഡ് അൺഫോർഗറ്റബിൾ സൈറ്റ് എന്ന് ചോദിച്ചിട്ട് എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുത്തേക്കുന്നുണ്ടോ. അപ്പോൾ ഒരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്, വൺ ഓഫ് ദി സ്ക്വിറൽസ് ഇൻ മൈ ഓൾഡ് ബാനിയൻ ട്രീ ഗേവ് ബർത്ത് ടു 3 white babies today. അപ്പം ആ വൈറ്റ് സ്ക്വിറൽസിനെ കണ്ടിട്ടുള്ള സന്തോഷമാണ് ഡയറിയിലോട്ട് എഴുതുന്നതെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ സ്റ്റാർട്ടിങ് നോക്കി, വൺ ഓഫ് ദി സ്ക്വിറൽസ് ഇൻ മൈ ഓൾഡ് ബാനിയൻ ട്രീ ഗേവ് ബർത്ത് ടു 3 white babies today. I was searching for my grandmother's lost knitting and wool.
നിറ്റിംഗ് വൂൾ മതിയാവും, നിറ്റിംഗ് ആൻഡ് വൂൾ വേണ്ട കേട്ടോ. നിറ്റിംഗ് വൂൾ, അതായത് ഗ്രാൻഡ് മദറിൻ്റെ നിറ്റിംഗ് വൂൾ കാണാനില്ലായിരുന്നു. അപ്പോൾ അത് അന്വേഷിച്ച് നടന്ന സമയത്താണ് ഈ ബാനിയൻ ട്രീയിലേക്ക് നോക്കിയപ്പോഴത്തേക്കും അവിടെ 3 വൈറ്റ് ബേബി സ്ക്വിറൽസ് കിടക്കുന്നത് കാണുന്നത്. എമംഗ്സ് ദ വൂൾ ഐ സോ 3 വൈറ്റ് ബേബി സ്ക്വിറൽസ്. അപ്പോൾ നിറ്റിംഗ് വൂള് തപ്പിപ്പോയതാണ്. അപ്പോൾ നിറ്റിംഗ് വൂള് കിട്ടി, പക്ഷെ തൊട്ടടുത്ത് തന്നെ ആരുണ്ടായിരുന്നു, ഈ 3 വൈറ്റ് ബേബീസ് ഉണ്ടായിരുന്നു. ഐ സോ 3 വൈറ്റ് ബേബി സ്ക്വിറൽസ്. ദ സ്ക്വിറൽ ഹാഡ് എ ഫ്രണ്ട്, ഇറ്റ് വാസ് എ വൈറ്റ് റാറ്റ്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ചിലപ്പോൾ ആ വൈറ്റ് റാറ്റിന് സ്ക്വിറലിൽ ഉണ്ടായ കുഞ്ഞുങ്ങളായിരിക്കും, അതാകും ഇങ്ങനെ വൈറ്റ് സ്ക്വിറൽസ് ഉണ്ടായേ, വൈറ്റ് ബേബി സ്ക്വിറൽസ് ഉണ്ടായത് എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അത് പറയുവാണ് എന്താണ്, ദ സ്ക്വിറൽ ഹാഡ് എ ഫ്രണ്ട്, ഇറ്റ് വാസ് എ വൈറ്റ് റാറ്റ്, ഐ ഹാഡ് സീൻ ദം ടുഗെദർ വെരി ഓഫൺ. അല്ലേ, എപ്പോഴും ഞാൻ അവർ 2 പേരെ ഒന്നിച്ച് നടക്കുന്ന, വൈറ്റ് റാറ്റും സ്ക്വിറലും ഒന്നിച്ച് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇറ്റ് ഈസ് റിയലി ആൻ അൺഫർഗറ്റബിൾ സൈറ്റ്. അല്ലേ, ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ വൈറ്റ് സ്ക്വിറൽസിനെ കണ്ടിട്ടില്ല. അപ്പോൾ ഇതിന് കണ്ടപ്പോഴത്തേക്കും ഐ വാസ് റിയലി അഡ്മയർഡ്. അല്ലേ, റിയലി ആൻ അൺഫർഗറ്റബിൾ സൈറ്റ് ആയിരുന്നു. നൺ അറ്റ് ഹോം ഹാഡ് എവർ സീൻ വൈറ്റ് സ്ക്വിറൽസ്. നൺ അറ്റ് ഹോം, വീട്ടിൽ ആരും ഇതേവരെ ഒരു വൈറ്റ് സ്ക്വിറൽസിനെ കണ്ടിട്ടേ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഡയറി എൻട്രി എഴുതാനും നിങ്ങൾക്ക് അറിയാമല്ലോ, ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്. എന്താണോ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് അതുപോലെ കറക്റ്റായിട്ട് അതിന് മാത്രം ആൻസർ ചെയ്ത് ഡയറി എൻട്രി എഴുതുക. മറ്റ് കാര്യങ്ങളൊന്നും, അനാവശ്യ കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർ ഒരു സ്പെസിഫിക് ടോപ്പിക്ക് തരും. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റ് സ്ക്വിറൽസിനെ കണ്ടേണ്ടതായിരുന്നു, ചിലപ്പോൾ ഫൈറ്റ് സീൻ നടന്നതിൻ്റെ ആയിരിക്കും ചോദിച്ചേക്കുന്നത്, അതെഴുതുക കേട്ടോ. ഓക്കെ, അടുത്ത എന്താ, ലെറ്ററാണ്. ദ ബോയ് ഇൻ ദ സ്റ്റോറി അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ റൈറ്റ്സ് എ ലെറ്റർ ടു വൺ ഓഫ് ഹിസ് ഫ്രണ്ട്സ് ഡിസ്ക്രൈബിങ് ഹിസ് അറ്റാച്ച്മെൻറ്റ് വിത്ത് ദ ബാനിയൻ ട്രീ. ഡ്രാഫ്റ്റ് ദ ലൈക്ലി ലെറ്റർ. ലെറ്ററും ചോദിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ലെറ്റർ, കോൺവെർസേഷൻ, ഡയറി എൻട്രി, പിന്നെ ഫൈറ്റ് സീൻ്റെ നരേഷൻ, ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഹൈലി എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എടുത്ത് നോക്കിയാലും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എക്സ്ക്ലൂഡ് ചെയ്തിട്ട് പോകരുത്, ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് വേണം പോവാൻ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ആ ചാപ്റ്ററിൽ യങ് ബോയ് എന്ന് പറയുന്നത് വെക്കേഷൻ അല്ലേ, വെക്കേഷൻ ടൈമിൽ വീട്ടിലേക്ക് ഗ്രാൻഡ് ഫാദറിൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ അടുത്തേക്ക് വന്നതായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് താൻ വെക്കേഷൻ്റെ ഇടയിലല്ലേ, ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് വെക്കേഷൻ ഹി റൈറ്റ്സ് എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ബാനിയൻ ട്രീയുടെ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ എന്ന ചാപ്റ്ററിൽ ആ കുട്ടി തൻ്റെ ഫ്രണ്ടിന് എഴുതുന്നത് ഡിസ്ക്രൈബിങ് ഹിസ് അറ്റാച്ച്മെൻറ്റ് വിത്ത് ദ ബാനിയൻ ട്രീ, അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലെറ്റർ എങ്ങനെയാണെന്നതും നമുക്ക് നോക്കാം. ലെറ്റർ എന്ന് പറയുമ്പോൾ ഫോമൽ ലെറ്റർ ആണോ ഇൻഫോമൽ ലെറ്റർ ആണോ ഇവിടെ വരുന്നുണ്ടാവുക? നമ്മുടെ ബോയുടെ ഫ്രണ്ടിന് എഴുതുന്ന ലെറ്ററാണ്, അപ്പോൾ ഇൻഫോമൽ ലെറ്ററാണ്. നമുക്കറിയാം ഫോമൽ ലെറ്ററിന് വേറൊരു പാറ്റേൺ, ഇൻഫോമൽ ലെറ്ററിന് മറ്റൊരു പാറ്റേൺ. അപ്പോൾ ഇൻഫോമൽ ലെറ്റർ എഴുതുമ്പോൾ പ്ലേസ് എഴുതുക, ഡേറ്റ് എഴുതുക, സല്യൂട്ടേഷൻ, ബോഡി, പിന്നെ കൺക്ലൂഡിങ് റിമാർക്സ്, ഇത്രയും മതിയാവും. ഫോമൽ ലെറ്റർ ആകുമ്പോഴത്തേക്കും ഫ്രം അഡ്രസ്, ടു അഡ്രസ്, ഡേറ്റ് വയ്ക്കുക, സല്യൂട്ടേഷൻ, സബ്ജക്റ്റ് മറന്നു പോകരുത്, സബ്ജക്റ്റ് വയ്ക്കുക, ബോഡി, പിന്നെ കൺക്ലൂഡിങ് റിമാർക്സ്. ഇതാണ് പാറ്റേൺ വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നിങ്ങൾ ഏതെങ്കിലും ഒരു പ്ലേസ് നെയിം വയ്ക്കുക, നിങ്ങളുടെ ഒരു അഡ്രസ്സും ഒരു കാര്യങ്ങളും റിവീൽ ചെയ്യരുത്. ഒരു ലെറ്റർ എഴുതാൻ പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നോട്ടീസ് പ്രിപ്പയർ ചെയ്യാൻ പറയുന്ന സമയത്ത് നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് വയ്ക്കരുത്. ലെറ്റർ എഴുതാൻ പറയുമ്പോൾ നിങ്ങളുടെ പേര്, നിങ്ങളുടെ അഡ്രസ്സും എഴുതി വയ്ക്കരുത്. നിങ്ങളുടെ ഒരു പേഴ്സണൽ ഇൻഫർമേഷനും പബ്ലിക് എക്സാം എഴുതുമ്പോൾ റിവീൽ ചെയ്യരുത്. എപ്പോഴും ഒരു ഇമേജിനറി സംഭവങ്ങൾ മാത്രം, നെയിംസും എല്ലാം വയ്ക്കുക കേട്ടോ. ഇപ്പോൾ ഡേറ്റ് വെച്ചു, ഡിയർ മാനു, ഒരു ഫ്രണ്ടിൻ്റെ പേര്, ഏതെങ്കിലും ഒരു ഫ്രണ്ടിൻ്റെ പേര് കൊടുക്കുക. പിന്നെ ചോദിക്കുവാണ് ഹൗ ആർ യു, ഹോപ്പ് യു ആർ ഫൈൻ, ഐ എം എൻജോയിങ് മൈ വെക്കേഷൻ വിത്ത് മൈ ഗ്രാൻഡ് പാരൻസ് ഇൻ ദ വില്ലേജ്, ഹിയർ വി ഹാവ് ആൻ ഓൾഡ് ബാനിയൻ ട്രീ. കണ്ടോ ആ ഒരു സ്റ്റൈൽ പറഞ്ഞു പോയേക്കുന്നത് കണ്ടോ? നിനക്ക് സുഖമാണോ എന്ന് ചോദിച്ചാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അല്ലാതെ ആദ്യമേ ചാടി കയറിയിട്ട് ഐ എം എൻജോയിങ് മൈ വെക്കേഷൻ വിത്ത് മൈ ഗ്രാൻഡ് പാരൻസ്, നമ്മുടെ കാര്യങ്ങൾ മാത്രം അങ്ങോട്ട് പറയുകയല്ല വേണ്ടുന്നത്. അപ്പുറത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് സുഖമാണോ എന്ന് ചോദിച്ച്, അതാണ് നമ്മളൊരു ലെറ്റർ എഴുതുമ്പോൾ ഫോളോ ചെയ്യേണ്ട ഒരു പാറ്റേൺ അതാണ്.
ഓക്കെ, അപ്പോൾ ഹൗ ആർ യു എന്ന് ചോദിച്ചേക്കുവാണ്. ഹോപ്പ് യു ആർ ഫൈൻ. ഐ എം എൻജോയിങ് മൈ വെക്കേഷൻ വിത്ത് മൈ ഗ്രാൻഡ് പാരൻസ് ഇൻ ദ വില്ലേജ്. ഹിയർ വി ഹാവ് ആൻ ഓൾഡ് ബാനിയൻ ട്രീ. ഇറ്റ് ഈസ് വെരി ബിഗ്. അപ്പോൾ ബാനിയൻ ട്രീയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ എഴുതാനാണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ ബാനിയൻ ട്രീയുടെ എന്താ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇറ്റ് ഈസ് വെരി ബിഗ്. ഇറ്റ് ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് നൗ. അല്ലേ, കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ബാനിയൻ ട്രീ അവന് ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. ഐ ഹാവ് ബിഫ്രണ്ടഡ് എ യങ് ഗ്രേ സ്ക്വിറൽ ദെയർ. അപ്പോൾ ബാനിയൻ ട്രീന്ന് എനിക്കൊരു സ്ക്വിറലിനെ ഫ്രണ്ടായിട്ട് കിട്ടി. The banyan tree is full of small red figs and it is the noisiest place now. Okay, സ്പ്രിംഗ് സീസണിൽ വളരെ ആക്റ്റീവാണ് ട്രീ, വളരെ ആക്റ്റീവാണ്. എല്ലാ കൈൻഡ്സ് ഓഫ് ബേർഡ്സും അതിൽ വന്നിരിക്കും എന്നുള്ളതൊക്കെ പറയാം. ഹാഫ് വേ അപ്പ് ദ ട്രീ ഐ ഹാവ് ബിൽറ്റ് എ പ്ലാറ്റ്ഫോം ടു സിറ്റ് ആൻഡ് റീഡ് ബുക്സ്. ലാസ്റ്റ് വീക്ക് ഐ ഹാപ്പൻ ടു സീ ആൻ ഇൻക്രെഡിബിൾ ഇൻസിഡൻറ്റ്, എ ഡെഡ്ലി ഫൈറ്റ് ബിറ്റ്വീൻ എ മംഗൂസ് ആൻഡ് എ ഹ്യൂജ് കോബ്ര ബിനീത്ത് ദ ബാനിയൻ ട്രീ ആൻഡ് ഫൈനലി ദ മംഗൂസ് വൺ ദ ബാറ്റിൽ. എല്ലാം കൂടി ഒറ്റ പാരഗ്രാഫായിട്ട് എഴുതാതെ പാര ബൈ പാര സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. This banyan tree is also a place for a strange affair between a grey squirrel and a white rat which my grandfather bought from the bazaar. I often took it to the banyan tree. After a few days, the squirrel started building a nest in the banyan tree and surprisingly we found 3 white baby squirrels in the nest. Grandfather said that the rat must be the father of white squirrels. വെള്ള എലിക്കുണ്ടായ സ്ക്വിറൽ ബേബീസ് ആണ്, അതുകൊണ്ടാണ് വൈറ്റ് സ്ക്വിറൽസ് ആയത് എന്ന് ഗ്രാൻഡ് ഫാദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളും കുട്ടി ലെറ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹിയർ ദ തിങ്സ് ആർ ഗോയിങ് വെരി വെൽ. നെക്സ്റ്റ് ടൈം വി ക്യാൻ എൻജോയ് അവർ വെക്കേഷൻ ഹിയർ. കൺവേ മൈ റിഗാർഡ്സ് ടു യുവർ പേരൻസ്. സീ യു സൂൺ. ആ കൺക്ലൂഡ് ചെയ്തേക്കുന്ന പാർട്ടും കൂടെ നോക്കിക്കേ. ഹിയർ the things are going very well. Next time we can enjoy our vacation here. അല്ലേ, ആ ഒരു പൊളൈറ്റ് മാനറിലാണ് ആ കുട്ടി ലെറ്റർ എൻഡ് ചെയ്തേക്കുന്നത്. കൺവേ മൈ റിഗാർഡ്സ് ടു യുവർ പാരൻസ്. അല്ലേ, ആ കുട്ടിയുടെ വീട്ടിലുള്ളവരെ കൂടി അന്വേഷിച്ചുകൊണ്ട് നിർത്തുവാണ്. സീ യു സൂൺ വിത്ത് ലവ് സിഗ്നേച്ചർ നെയിം. ഓക്കെ, ഇതിലിപ്പോൾ ബോക്സ് വരച്ചിട്ടില്ല, ബോക്സിൽ എഴുതാൻ ശ്രദ്ധിക്കുക. ലെറ്റർ അല്ലേ, ബോക്സിൽ ഇടുമ്പോഴായിരിക്കും കാണാൻ അതിൻ്റേതായൊരു വൃത്തി വരിക നിങ്ങളുടെ ആൻസർ. ഓക്കെ, ലെറ്റർ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മെയിൻ ക്വസ്റ്റ്യൻസ്, ഓക്കെ, നമുക്ക് ഹൈലി എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഇത്രയുമാണ്. ഇതല്ല ഇനിയുണ്ട്, പക്ഷേ ഇത്രയുമെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് നോക്കി വെച്ചിട്ട് നിങ്ങളുടെ റിവിഷൻ ടൈം ആയിരിക്കുമല്ലോ ഇപ്പോൾ. അപ്പോൾ നന്നായിട്ട് തന്നെ ഈ ക്വസ്റ്റ്യൻസും കൂടെ നോക്കി റിവൈസ് ചെയ്യും. ബാക്കി ചാപ്റ്റേഴ്സിൻ്റെ റിവിഷനുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.